ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു അടിപൊളി ആനിമേഷൻ മൂവിയാണ് കേട്ടോ. പക്ഷെ നിങ്ങൾ ആനിമേഷൻ മൂവിയാന്ന് പറഞ്ഞിട്ട് ബാക്ക് അടിച്ച് പോകണ്ട. ഇത് കണ്ടിരിക്കേണ്ട അടിപൊളിയാണ്. നിങ്ങൾ ഒരു വട്ടം ആനിമേഷൻ മൂവി കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെയും കാണാൻ നിങ്ങൾക്ക് തോന്നും. അത് കണക്കത്തെ മൂവിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിനെ കാണാൻ വലിയ ഭംഗിയില്ലെന്നേ ഉള്ളൂ. എന്നാലും ഇതിന്റെ പ്ലോട്ട് ട്വിസ്റ്റൊക്കെ അടിപൊളിയായിരിക്കും. അതായത് കഥയൊക്കെ അടിപൊളിയായിരിക്കും. ഇതിന്റെ കഥ എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ അച്ഛനാണെങ്കിൽ ഒരു റോബോട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. പക്ഷെ ആ റോബോട്ട് ആണെങ്കിൽ ബഗ് അടിച്ച റോബോട്ടാണ്. ആ റോബോട്ടിനെ നശിപ്പിക്കാനായിട്ട് ഈ കമ്പനിയും പുറകെയുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ റോബോട്ടിനെ നശിപ്പിക്കാതിരിക്കാനായിട്ട് ഒരു കാട്ടിൽ പോവാണ്. അങ്ങനെ കാട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കുന്ന സമയത്ത് അവൻ ആസ്മ പിടിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ആസ്മ പിടിച്ചിട്ട് അവൻ രക്ഷപ്പെട്ട് കാണുമോ അതോ ശ്വാസം മുട്ടി മരിച്ചു കാണോ, ഈ റോബോട്ട് രക്ഷിച്ചു കാണോ, ഈ റോബോട്ടിനെ നശിപ്പിച്ചോ എന്നൊക്കെ നോക്കിയാലോ. എന്നാൽ പിന്നെ നമുക്ക് കഥയിലോട്ട് കടക്കാം. കഥയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു നദിയുടെ നടുക്കുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അവിടെ ഒരു പയ്യനാണ്. എന്തായാലും നമുക്ക് ടെക്കി എന്ന് പറയാം കേട്ടോ. കാരണം ഈ ഡിവൈസ് കണ്ടുപിടിച്ചത് ആ ടെക്കിയാണ്. അതൊരു കമ്പനിയാണ് കേട്ടോ. ഈ കമ്പനിയിൽ ഇന്നൊരു പുതിയ പ്രോഡക്റ്റിന്റെ റിവീലിംഗ് ആണ്. അങ്ങനെ എല്ലാവരും അവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ, എന്താ പ്രോഡക്റ്റ് എന്നറിയാൻ. അങ്ങനെ ഈ ടെക്കി ആണെങ്കിൽ ആ പ്രോഡക്റ്റ് റിവീൽ ചെയ്യാണ്. അത് വേറൊന്നുമല്ല, അത് ഈ മൊബൈൽ ഫോൺ കണക്കത്തെ വേറൊരു റോബോട്ടാണ് കേട്ടോ. നമ്മളിപ്പം ഫോൺ ആണെങ്കിൽ കയ്യിൽ കൊണ്ടു നടക്കില്ലേ, ഇതാണെങ്കിൽ നമുക്കൊരു പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ ഈ റോബോട്ട് കൂടെ വരും കേട്ടോ. അത് മാത്രമല്ല, അതിനെ നമുക്കൊരു ഫോണായിട്ട് ഉപയോഗിക്കാം, വീഡിയോ കോൾ ചെയ്യാം, അങ്ങനത്തെ ഒരു റോബോട്ട്. അങ്ങനെ അവിടുത്തെ ഓരോ കുട്ടികൾക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അത് മാത്രമല്ല, അവിടെ ഇരുന്നൊരു പെൺകുട്ടീനെ വിളിക്കുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടിക്ക് ആ റോബോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അവളുടെ ഫോണിലുള്ള എല്ലാം ആ റോബോട്ടിലോട്ട് ആക്കുകയാണ്. അപ്പൊ ആ റോബോട്ടിന് ഈ പെൺകുട്ടിയുടെ ഇഷ്ടങ്ങളും ഇഷ്ടമല്ലാത്തതും ഏത് കാർട്ടൂണാണ് ഇഷ്ടം എന്നെല്ലാം അറിയാൻ പറ്റും. അത് മാത്രമല്ല, ഈ റോബോട്ടിനെ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടുകാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരേ ഇഷ്ടമുള്ള ആൾക്കാരെ കൂട്ടുകാരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് ഈ കഥയിലെ നമ്മുടെ ഹീറോനെയാണ് കേട്ടോ. നമ്മുടെ ഹീറോ ആണെങ്കിൽ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് റോഡിൽ ഫുള്ള് ഈ ബി ബോട്ടാണ് കേട്ടോ. അതായത് ഈ റോബോട്ടാണ്. എല്ലാ കുട്ടികളുടെ കയ്യിലും ഈ റോബോട്ട് ഉണ്ട്. എന്നാൽ നമ്മുടെ ഹീറോന്റെ കയ്യിൽ മാത്രം ഇല്ല കേട്ടോ. അങ്ങനെ ഈ ബാർണി ആണെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇവനാണെങ്കിൽ ആ കമ്പനിയിൽ നോക്കിക്കൊണ്ടാണ് കേട്ടോ പോകുന്നത്. കമ്പനിയല്ല, അതൊരു സ്റ്റോറാണ്. അതായത് ഈ റോബോട്ടിനെ വിൽക്കുന്ന ഒരു സ്റ്റോർ. ഇതേ നേരം തന്നെ ഒരു വണ്ടി, ഒരു ട്രക്ക് ആണെങ്കിൽ ഈ ബാർണി ഇടിക്കാൻ പോയിട്ട് വന്ന് ബ്രേക്ക് പിടിക്കുകയാണ്. അപ്പൊ ആ ട്രക്കിൽ നിന്നാണെങ്കിൽ ഒരു റോബോട്ട് തെറിച്ച് റോഡിൽ വീഴുകയാണ് കേട്ടോ. ഇതേ നേരം ആ ഡ്രൈവർ ആണെങ്കിൽ നമ്മുടെ ഹീറോനെ വഴക്ക് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ സ്കൂളിലോട്ട് പോവാണ്. എന്തായാലും നമ്മുടെ ഹീറോ ആണെങ്കിൽ സ്കൂളിൽ വരാണ്. സ്കൂളിൽ നോക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളുടെയിലും ഈ റോബോട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ആ പയ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരുടെയിലും റോബോട്ട് ഉണ്ട്, എന്നാൽ നമ്മുടെ ഹീറോന്റെ ഇല്ലാത്തൊരവസ്ഥ. സ്കൂളിന്റെ അകത്ത് ഈ ബുക്കൊക്കെ വെക്കുന്ന ഷെൽഫ് ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുന്ന നേരം ഈ കുട്ടികളാണെങ്കിൽ ആ റോബോട്ടിനെ വെച്ച് കളിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോ പേടിച്ചിട്ട് അവന്റെ ബാഗിലിരിക്കുന്ന കുറച്ച് പേപ്പർ തറയിൽ പോവാണ്. അത് എന്ത് പേപ്പറാണെന്ന് നോക്കുമ്പോഴാണ് ഇന്ന് നമ്മുടെ ഹീറോന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ ബർത്ത്ഡേക്ക് പോസ്റ്റർ ആൾക്കാരെ വിളിക്കാനായിട്ട് പേപ്പറിൽ ആക്കിക്കൊണ്ട് വന്നേക്കുകയാണ്. അതായത് ഒരു ലെറ്റർ എന്ന് പറയാം. നമ്മൾ ഈ കല്യാണമൊക്കെ വിളിക്കത്തില്ലേ, അതേപോലെ ബർത്ത്ഡേ വിളിക്കാനുള്ള ഒരു ലെറ്റർ. ഇതേ നേരം തന്നെ അങ്ങോട്ടൊരു പെൺകുട്ടി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ പെൺകുട്ടീനെ ഇൻഫ്ലുവൻസർ പെൺകുട്ടി എന്ന് പറയാം. കാരണം ആ കുട്ടി എപ്പോഴും ലൈവിലാണ്. ആ റോബോട്ടിനെ വെച്ച് ലൈവിൽ ഓരോ ആൾക്കാരത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സ്കൂളിൽ ഇന്റർവെൽ ആവുകയാണ് കേട്ടോ. ഇന്റർവെൽ ആവുന്ന സമയത്ത് എല്ലാ കുട്ടികളും അവരവരുടെ റോബോട്ടുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും നമ്മുടെ ഹീറോനെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതേ നേരം തന്നെ ഒരു ടീച്ചറിന് ഇത് മനസ്സിലായി. അങ്ങനെ ഈ ടീച്ചറാണെങ്കിൽ നമ്മുടെ ഹീറോയും വിളിച്ചുകൊണ്ട് ഒരു ബെഞ്ചിൽ വന്നിരുന്നിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാതെ എല്ലാ കുട്ടികളുടെ അടുത്തും മിണ്ടണം, ഇങ്ങനെയൊന്നും ആവല്ലേ, മനുഷ്യരായ എല്ലായിടത്തും മിണ്ടണം എന്ന് പറയും. എന്നിട്ട് ഈ ടീച്ചറാണെങ്കിലുണ്ടല്ലോ അവിടെ ഇരിക്കുന്ന കുട്ടികളുടെ അടുത്ത് എല്ലായിടത്തും പറയാണ്, ഇന്ന് നമ്മുടെ ഹീറോന്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും പോയി മിണ്ടണമെന്ന് പറയും. അപ്പം എല്ലാ സ്കൂളിലും കാണുമല്ലോ കുറെ റൗഡി പിള്ളേർ. അതേപോലെ ഒരു റൗഡി പയ്യനുണ്ട് കേട്ടോ. എന്നിട്ട് ആ റൗഡി പയ്യനും അവന്റെ കൂട്ടുകാരനും ആണെങ്കിൽ അവനെ കളിയാക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ ഹീറോന്റെ അടുത്തോട്ട് കുറച്ച് കുട്ടികൾ വന്ന് മിണ്ടുന്നുണ്ട്. ഇതിനുശേഷം സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലോട്ട് തിരിച്ച് കയറുന്ന സമയത്ത് ഒരാട് വന്നിട്ട് അവന്റെ ബാഗിൽ കടിക്കുകയാണ് കേട്ടോ. പേടിക്കണ്ട, അത് അവന്റെ വീട്ടിലെ ആട് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വീട്ടിൽ കയറാണ്. വീട്ടിൽ കയറുന്ന സമയത്ത് പുള്ളിക്കാരന്റെ അച്ഛൻ അവിടെ ഉണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ ഈ കുട്ടികളുടെ കളിപ്പാട്ടമൊക്കെ ഇല്ലേ, അതൊക്കെയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന പണിയാണ്. അങ്ങനെ അവിടെ ഒരു ബിസിനസ് മീറ്റിംഗിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെയാണ് നമ്മുടെ ഹീറോ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പം ഹീറോന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുമ്പം ഒരു മുത്തശ്ശിയുണ്ട്, പിന്നെ ഒരു അച്ഛനുണ്ട്, പിന്നെ നമ്മുടെ ഹീറോയിൻ, വേറെ ആരും ഇല്ല കേട്ടോ. നമ്മുടെ ഹീറോന്റെ അമ്മ മരിച്ചു
മരിച്ചു പോയതാണ്. എന്തായാലും നമ്മുടെ ഹീറോ ആണെങ്കിൽ കിച്ചണിലോട്ട് പോവാണ്. അവിടെ മുത്തശ്ശി ഉണ്ട് കേട്ടോ. ഈ മുത്തശ്ശിയാണെങ്കിൽ ഇന്ന് ബർത്ത്ഡേ ആണ്ട് കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഹീറോന്റെ കൂട്ടുകാർ വരുമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഈ ഹീറോ ആണെങ്കിൽ ആരെയും ക്ഷണിച്ചിട്ടുമില്ല, ആരും വരാനും പോകുന്നില്ല കേട്ടോ. അത് മാത്രമല്ല ഹീറോയ്ക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരും ഇല്ല. ഇതേ നേരം ഈ ഹീറോന്റെ അച്ഛനാണെങ്കിൽ ഒരു റോക്ക് ഹാമർ സെറ്റാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ റോബോട്ട് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഇതാണ് കേട്ടോ കിട്ടിയത്. അപ്പം ഹീറോയ്ക്ക് വിഷമാവുന്നുണ്ട്, എന്നാലും സന്തോഷം അഭിനയിക്കുകയാണ് അച്ഛന് വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, നീ എന്ത് കൂട്ടുകാരെയൊന്നും വിളിക്കാഞ്ഞെന്ന് ചോദിക്കും. ഇതേ നേരം നമ്മുടെ ഹീറോ പറയാണ്, ഇപ്പൊ ആരെങ്കിലും കത്തൊക്കെ കൊടുത്തിട്ടാണോ വിളിക്കുന്നത്, എല്ലാവരും ഓൺലൈനിൽ മെസ്സേജ് അയക്കുക എന്ന് പറയും. അതും അവരുടെ റോബോട്ട് ഉപയോഗിച്ചിട്ടാന്ന് പറയും. എന്നാൽ ഈ അച്ഛൻ പറയാണ്, എൻ്റെ മോനെ ഒരു റോബോട്ടിന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയ്ക്കും അഡിക്റ്റ് ആക്കാൻ എനിക്ക് ആഗ്രഹമില്ലെന്ന് പറയും. അതുകൊണ്ട് നിനക്ക് റോബോട്ട് വാങ്ങിച്ചു തരത്തില്ല എന്ന് പറയും. ഇതേ നേരം അവരുടെ വീട്ടിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുകയാണ്. അപ്പോൾ അത് ആരാന്ന് ചെന്ന് നോക്കുന്ന സമയത്ത് തൊട്ട് ഫ്രണ്ടിൽ ഒരു റോബോട്ടിന്റെ പെട്ടിയുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹീറോ വിചാരിക്കും അവന്റെ അച്ഛൻ ഗിഫ്റ്റ് കൊടുത്തതായിരിക്കണം. അങ്ങനെ ചെന്ന് നോക്കുന്ന സമയത്ത് അത് തുറന്നു നോക്കുകയാണ് കേട്ടോ. അപ്പൊ തുറക്കുന്ന സമയത്ത് അത് വെറും കല്ലാണ്. അപ്പൊ അതെന്തോ സംഭവം എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ രാവിലെ 3 റൗഡി പയ്യന്മാരെ കണ്ടില്ലേ, അവന്മാര് നമ്മുടെ ഹീറോനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് വളരെയധികം വിഷമമായി. അങ്ങനെ ഹീറോ ആണെങ്കിൽ റൂമിലോട്ട് കയറി പോവാണ്. അപ്പം അച്ഛൻ ഇത് നന്നായിട്ട് മനസ്സിലായി കേട്ടോ, നമ്മുടെ ഹീറോയ്ക്ക് വിഷമായെന്ന്. ഇതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു കാറാണെങ്കിൽ റോഡിൽ കൂടെ വളരെയധികം വേഗതയിൽ പോവാണ്. അപ്പൊ ആ കാറിന്റെ അകത്ത് ആരാന്ന് നോക്കുമ്പം അത് നമ്മുടെ ഹീറോന്റെ അച്ഛനും പിന്നെ മുത്തശ്ശിയാണ് കേട്ടോ. അവരെങ്ങോട്ടാ പോണേന്ന് വെച്ചാൽ അവരാണെങ്കിൽ ഈ റോബോട്ടിനെ വാങ്ങാൻ പോവാണ്. അതും നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ ഈ മുത്തശ്ശി ഈ വണ്ടിയൊന്നും ഓട്ടിക്കാൻ അറിയത്തില്ല, കാരണം വഴി കാണുന്ന ആൾക്കാരൊക്കെ ഇടിക്കാനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റോറിൽ ചെല്ലുന്ന സമയത്ത് സ്റ്റോർ ക്ലോസ്ഡ് ആണ് കേട്ടോ. എന്നിട്ട് ഈ മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ ചെറുമോന്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു റോബോട്ട് വേണം, പകരമായിട്ട് പൈസയല്ല ആടിനെ തരാന്ന് പറയും. അതായത് അവരുടെ കയ്യിൽ പൈസ ഇല്ല, ആടിനെ കൊടുക്കാന്ന് പറയും. ഇതേ നേരം അവർ പറയും ആടിനെ ഒന്നും ഇവിടെ എടുക്കത്തില്ല എന്ന്. അതുമാത്രമല്ല റോബോട്ടിനെ കിട്ടണമെങ്കിൽ 1 മാസം മുമ്പേ പ്രീ ബുക്കിംഗ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഹീറോന്റെ ബർത്ത്ഡേ ഇന്നല്ലേ, അങ്ങനെ എന്തായാലും ഇന്ന് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ അച്ഛനാണെങ്കിൽ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ നിൽക്കുന്ന നേരം ഒരു ട്രക്കാണെങ്കിൽ അതുവഴി പോവാണ്. ആ ട്രക്കിനകത്ത് ഒരു റോബോട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഏത് റോബോട്ടാന്ന് മനസ്സിലായോ? രാവിലെ നമ്മുടെ ഹീറോ പോകുന്ന സമയത്ത് ഒരു ട്രക്ക് ഇടിക്കാൻ വന്നില്ലായിരുന്നോ, അപ്പൊ ആ ട്രക്കിൽ നിന്ന് തെറിച്ച് വീണ് ആ റോബോട്ടാണ് കേട്ടോ. അങ്ങനെ പിറ്റെന്നാണ് കേട്ടോ കാണിക്കുന്നത്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. ഇതേ നേരം തന്നെ അവന്റെ തൊട്ട് ഫ്രണ്ടിൽ ആ റോബോട്ടും ഉണ്ട്. അപ്പം ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് നല്ല സന്തോഷമാവുകയാണ്. അച്ഛനെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്, മുത്തശ്ശിയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവരാണെങ്കിൽ ആ റൂമിൽ നിന്ന് പോവാണ്. ഇതേ നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിന്റെ പെട്ടി തുറക്കാൻ നോക്കുകയാണ് ഫിംഗർ പ്രിന്റ് വെച്ചിട്ട്. എന്നാലുണ്ടല്ലോ അത് വർക്കാവുന്നില്ല. മിക്കവാറും അത് തറയിൽ വീണുകൊണ്ടായിരിക്കണം അത് വർക്കാവാത്തത്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അത് വലിച്ചു തുറന്നെടുക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ആ റോബോട്ടില്ലേ ഭയങ്കര ബഗ്ഗാണ്. ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, നെറ്റ്വർക്ക് ഇല്ല, സോളാർ പവർ വർക്കാവുന്നില്ല, ഒന്നും വർക്കാവുന്നില്ല. മിക്കവാറും അത് ആ തറയിൽ വീണുകൊണ്ടായിരിക്കും അങ്ങനെ ആയത് കേട്ടോ. അങ്ങനെ ഈ റോബോട്ട് ആണെങ്കിൽ നമ്മുടെ ഹീറോന്റെ കൂടെ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ സ്കൂളിൽ പോകുന്ന നേരം ഈ റോബോട്ട് ആണെങ്കിൽ ഡോറ് തുറന്നിട്ട് ഇറങ്ങി പുറത്തോട്ട് ഓടുകയാണ് കേട്ടോ. അങ്ങനെ പുറത്തോട്ട് ഓടുന്ന സമയത്ത് നമ്മുടെ ഹീറോ പറയാണ്, എന്റെ 6 ഫീറ്റിന്റെ അടുത്ത് നിൽക്കണം, 6 ഫീറ്റിന്റെ അപ്പുറം പോകില്ലെന്ന്, 6 അടി കഴിഞ്ഞ് പോകില്ലെന്ന് പറയും. എന്നാലുണ്ടല്ലോ ഈ റോബോട്ട് അതനുസരിച്ചിട്ട് 6 അടിക്ക് ഇപ്പുറം വന്ന് നിൽക്കുകയാണ്. എന്നാലുണ്ടല്ലോ ഒരു ട്രക്ക് വന്ന് ഈ റോബോട്ടിനെ തട്ടുകയാണ്. എന്നിട്ട് ആ ട്രക്കുകാരൻ ഈ ഹീറോനെ വഴക്ക് പറയാണ്, എന്തോടാ കാണിക്കുന്നതെന്ന് വെച്ചിട്ട്. അങ്ങനെ ഈ ഹീറോ ആണെങ്കിൽ ആ ട്രക്കിന്റെ അടിയിൽ നിന്ന് നമ്മുടെ റോബോട്ടിനെ പതിയെ വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് റൂമിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അത് മാത്രമല്ല റോബോട്ടിനോട് പറയാണ്, നീ ഇന്ന് ഇവിടെ ഇരുന്ന് എല്ലാം പഠിക്ക്, ഇന്ന് എൻ്റെ കൂടെ സ്കൂളിൽ വരണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ സ്കൂളിലോട്ട് പോവാണ്. അങ്ങനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഹീറോ നേരെ വരുന്നത് റൂമിലോട്ടാണ് കേട്ടോ. റൂമിലോട്ട് വരുന്ന നേരത്ത് ആ റൂം മൊത്തം നശിപ്പിച്ചിട്ടേക്കുകയാണ്. അത് മൊത്തം കോലാഹലമാക്കിയിട്ട് വലിച്ചു വാരി പിരുത്തിട്ടേക്കുകയാണ്. അത് മാത്രമല്ല ആ റൂമിലാണെങ്കിൽ റോബോട്ടിനെ കാണാനില്ല. അങ്ങനെ റോബോട്ടിനെ തപ്പി തപ്പി ചെല്ലുന്ന സമയത്ത് ഈ റോബോട്ടാണെങ്കിൽ അടുക്കളയിൽ നിന്നിട്ട് ഈ മുത്തശ്ശിയായിട്ട് നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ റോബോട്ടിന്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്റെ പാവേനെ വലിച്ചു നശിപ്പിച്ചതെന്ന് ചോദിക്കും. അതായത് നമ്മുടെ ഹീറോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാവേനെ അത് വലിച്ചു നശിപ്പിച്ചു കളഞ്ഞു കേട്ടോ. ഇതേ നേരം ആ റോബോട്ട് പറയാണ്, ഞാൻ പാവയ്ക്ക് ഇത്ര ന്യൂട്ടൺ പവർ കൊടുത്തിട്ടാണ് അതിനെ വലിച്ചെടുത്തതെന്ന് പറയും. അതായത് ഈ റോബോട്ടാണെങ്കിൽ ആ റൂമിലിരുന്ന കുറെ ബുക്കൊക്കെ എടുത്ത് പഠിച്ചിട്ട് ഓരോ ഫിസിക്സ് ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്നൊരു കത്തിയാണെങ്കിൽ അതെടുത്ത് കറക്കിയിട്ട് മുത്തശ്ശിയുടെ നേരെ എറിയാണ്. ഇതേ നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ മുത്തശ്ശിയെടുത്ത് പറയാണ്, ഇത് കംപ്ലൈന്റ് ആയ
സാധനമാണ്, നമുക്കിത് തിരിച്ചു കൊടുത്തിട്ട് വേറെ വാങ്ങണമെന്ന്. എന്നാൽ ഈ മുത്തശ്ശി പറയുകയാണ്, നിന്റെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിച്ചത് ഇത് തിരിച്ചു കൊടുക്കാനാണോ? ഇതെന്തൊരു മുത്തശ്ശിയാണോ എന്തോ. ഒരു സാധനം കംപ്ലൈന്റ് ആണെന്ന് പറയുമ്പോൾ അത് ശരിയാക്കാൻ അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കുന്നതിന് പകരം അവനെ കുറ്റം പറയുക. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ. ഇതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ റോബോട്ടിനെയും പൊക്കിയെടുത്തുകൊണ്ട് പോവാണ് കമ്പനിയിൽ തിരിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ പോകുന്ന നേരത്ത് ഇവർ നേരെ ചെല്ലുന്നത് ഒരു പാർക്കിലാണ് കേട്ടോ. ആ പാർക്കിലാണെങ്കിൽ ആ റൗഡി പയ്യന്മാർ നിന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഈ റോബോട്ടാണെങ്കിൽ ഈ ഹീറോ പറയുന്ന കേൾക്കാതെ ആ പാർക്കിൽ ചെല്ലുകയാണ്. ഇതേ നേരം തന്നെ മറ്റേ റൗഡി പയ്യനാണെങ്കിൽ ഈ റോബോട്ടിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കളിയാക്കി ഈ റോബോട്ടിനെ എടുത്തിട്ട് അതിന്റെ തലക്കിട്ട് അടിക്കുകയാണ്. അപ്പൊ ഈ റോബോട്ടിന് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഈ റോബോട്ടാണെങ്കിൽ തിരിച്ച് അവനെ ഉപദ്രവിക്കുകയാണ്, അവനെ ഓട്ടിച്ചിട്ട് ഉപദ്രവിക്കുകയാണ്. അത് മാത്രമല്ല അവന്റെ കൂട്ടുകാരെ ഉപദ്രവിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ റോബോട്ടിന് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, കാരണം സേഫ്റ്റി കൺട്രോൾസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഈ റോബോട്ടിനാണെങ്കിൽ അതൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല കേട്ടോ. ഇതേ നേരം തന്നെ ഈ റൗഡി പയ്യന്റെ റോബോട്ട് ഉണ്ടല്ലോ, അത് ലൈവിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഇതാണെങ്കിൽ കുറച്ച് പേര് കാണുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ പോലീസിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കാള് പോകുന്നുണ്ട്. റോബോട്ട് വിളിച്ചു പറഞ്ഞാണ്, അതായത് റൗഡി പയ്യന്മാരുടെ റോബോട്ട് വിളിച്ചു പറഞ്ഞാണ്. ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോയും റോബോട്ടും ആണെങ്കിൽ അവിടെ നോടുകയാണ് കേട്ടോ. നമുക്ക് റോബോട്ട് എന്ന് പറയണ്ട, കാരണം കുറെ അധികം റോബോട്ട് ഉണ്ട് കേട്ടോ. നമുക്ക് ബഡ്ഡി റോബോട്ട് എന്ന് പറയും. അങ്ങനെ അവരാണെങ്കിൽ ഒരു മലയുടെ ചെരുവിലിരുന്ന് സംസാരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ റോബോട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം എനിക്ക് സേഫ്റ്റി മെഷേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, ഒന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ കമ്പനിയുടെ കൺട്രോളിൽ പോലും അല്ലെന്ന് പറയും. ഇതേ നേരം തന്നെ തൊട്ട് താഴെ പോലീസ് വരുവാണ് കേട്ടോ. അങ്ങനെ ഈ റോബോട്ട് ചെന്നിട്ട്, അതായത് ബഡ്ഡി റോബോട്ട് ചെന്നിട്ട് ആ പോലീസുകാരന്റെ തലക്കിട്ട് അടിക്കുകയാണ്. അതായത് ഈ റോബോട്ട് വയലന്റ് ആണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാരും കൂടെ, അതായത് പോലീസുകാരൻ, പിന്നെ നമ്മുടെ ഹീറോ, അച്ഛൻ, പിന്നെ മുത്തശ്ശി, ഇവരെല്ലാരെയും കൂടെ ആ സ്റ്റോറിൽ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ സ്റ്റോറിൽ അവിടുത്തെ സെയിൽസ് ഗേൾ ഇത് പരിശോധിക്കുകയാണ്, ഇത് ആരുടെ റോബോട്ടാന്ന് വെച്ചിട്ട്. ബഡ്ഡി റോബോട്ടിനെയാണ് കേട്ടോ. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ഈ റോബോട്ട് രജിസ്ട്രേർഡ് അല്ല. ഇതിന് അവന്റെ അച്ഛനാണെങ്കിൽ ഇല്ലീഗലായിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചതല്ലേ. സത്യം പറഞ്ഞാൽ ഇത് കംപ്ലൈന്റ് ആണ് കേട്ടോ. അങ്ങനെ കംപ്ലൈന്റ് ആയതുകൊണ്ട് ഇതിനെ ക്രഷ് ചെയ്യാൻ കൊണ്ടുപോകണം, നശിപ്പിച്ച് കളയാൻ കൊണ്ടുപോകണം. അങ്ങനെ ഇത് നമ്മുടെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഹീറോയും പിറകെ ചെന്നിട്ട് ആരും അറിയാതെ ആ റോബോട്ടിനെ കടത്തുകയാണ്, തട്ടിയെടുത്തുകൊണ്ട് അതുവഴി ഓടുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഇത് മനസ്സിലാക്കി അവിടുത്തെ എംപ്ലോയീസ് ആണെങ്കിൽ നമ്മുടെ ഹീറോനെ പിടിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ബ്ലോക്കായി നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോനെ അവിടെ കാണാനില്ല, ഹീറോനെയും ബഡ്ഡി റോബോട്ടിനെ. എന്നാലുണ്ടല്ലോ ഇവർ രണ്ടുപേരും കൂടെ ഒരു ബോളിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. ആ സ്ഥലത്താണെങ്കിൽ വേറെ കുറെ റോബോട്ട് ഉണ്ട് കേട്ടോ. ആ റോബോട്ട് ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കുന്ന നേരം അവരാണെങ്കിൽ അവരെ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഒരു റോബോട്ടിന്റെ അടുത്ത് നമ്മുടെ ഹീറോ പറഞ്ഞായിരുന്നു ഷട്ട് ഓഫ് ആവാൻ. അങ്ങനെ ഒരു റോബോട്ട് ആണെങ്കിൽ ഷട്ട് ഓഫ് ആയിരുന്നു കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ പുറത്തിറങ്ങി വരികയാണ്. എന്നിട്ട് നമ്മുടെ ബഡ്ഡി റോബോട്ടിനെ അവരുടെ കൊടുക്കുകയാണ്, നശിപ്പിച്ചു കളയാൻ. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നന്നായിട്ട് വിഷമിച്ചിട്ട് കാറിൽ പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാറിൽ പോയിരിക്കുന്ന സമയത്താണ് നമ്മളെ ഒരു കാര്യം കാണിക്കുന്നത്. അതായത് ആ റോബോട്ടിനെ നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല, അതിനെ അവൻ ബാഗിലിട്ടിട്ട് മറ്റേ ഷട്ട് ഓഫ് ആവാൻ പറഞ്ഞ റോബോട്ടിനെയാണ് അവർക്ക് നശിപ്പിക്കാൻ കൊടുത്തത് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ കമ്പനിക്കാരെ പറ്റിക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം കാണിക്കുന്നത് ആ കമ്പനിയിലാണ് കേട്ടോ. ആ ടെക്കിയാണ് ഈ കമ്പനിയുടെ CEO. മറ്റേ ആ മുത്തശ്ശനില്ലേ, അങ്ങേരാണ് ഇവിടുത്തെ ഓണർ, പൈസ കൊടുക്കുന്ന ആൾ, ഇൻവെസ്റ്റർ എന്നൊക്കെ പറയാം. അപ്പം അവർക്കൊരു മെസ്സേജ് ചെല്ലുകയാണ്, ഇതണക്കൊരു റോബോട്ടിന് പ്രശ്നമായി, അതാണെങ്കിൽ കുട്ടികളെ ആക്രമിക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞിട്ട്. അത് മാത്രമല്ല അതിനെ ക്രഷ് ചെയ്ത് കളഞ്ഞെന്നും പറയുന്നുണ്ട്. ഈ എവരാണെങ്കിൽ ഇതിന്റെ 100 മില്യൺ യൂണിറ്റ്, അതായത് 100 മില്യൺ റോബോട്ടിനെ വിറ്റഴിച്ചു കേട്ടോ. അതുമല്ല ഇവരുടെ സ്റ്റോക്കൊക്കെ ആണെങ്കിൽ നല്ല ഹൈ പ്രൈസിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്തായാലും സ്റ്റോക്കിന് വില ഇടിയും. അതുകൊണ്ട് തന്നെ ഈ ഓണർ ആണെങ്കിൽ ഇത് പുറത്തറിയാതെ നോക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ ഓണർ ആണെങ്കിൽ പ്രോഫിറ്റിനെ മാത്രം നോക്കുന്ന ആളാണ്, ഈ പിള്ളേരുടെ ലൈഫിനെ പറ്റിയൊന്നും ചിന്തിക്കാത്ത ഒരാളാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ഹീറോയാണ് കേട്ടോ കാണിക്കുന്നത്. ഹീറോ ആണെങ്കിൽ നമ്മുടെ റോബോട്ടിനെ, ബഡ്ഡി റോബോട്ടിനെയും കൊണ്ട് വീട്ടിന്റെ സൈഡിൽ ഒരു പഴയ ഷെഡ് ഉണ്ട് കേട്ടോ. ആ ഷെഡിൽ കൊണ്ട് ഒളിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ റോബോട്ടിന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എങ്ങനെ ഒരു നല്ല ഫ്രണ്ടായിട്ട് ഇരിക്കാന്നൊക്കെ ഒരു ബോർഡിനകത്ത് എഴുതി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ റോബോട്ടിനാണെങ്കിൽ, അതായത് ബഡ്ഡി റോബോട്ടിന് സ്കൂൾ എവിടാന്നൊക്കെ വീട്ടിന്റെ മണ്ടേ കയറിയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും പതിയെ പതിയെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആണെങ്കിൽ നമ്മുടെ ബഡ്ഡി റോബോട്ടും നമ്മുടെ ഹീറോയാണെങ്കിൽ ഒരു മലഞ്ചെരുവിലിരുന്ന് സംസാരിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാന്നൊക്കെ പറയുന്നുണ്ട്. ഈ റോബോട്ട് ആണെങ്കിലേ, അതായത് ബഡ്ഡി റോബോട്ട് ബാക്കിയുള്ള റോബോട്ടിനെ പോലെയല്ല, ഒരു സാധാ കൂട്ടുകാരൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലാണ് കേട്ടോ നമ്മുടെ ഹീറോന്റെ അടുത്ത് സംസാരിക്കുന്നത്. ബാക്കിയുള്ള റോബോട്ടൊക്കെ വെറും മെഷീൻസ് ആണ്, അവർക്ക് ഫീലിങ്സ് ഒന്നുമില്ല. ഇതേ നേരം തന്നെ ഒരു ബഡ്ഡി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിക്കുകയാണ്. നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചു കളിക്കത്തില്ലേ, അതേപോലെ അടിയാണ്. ഇതേ നേരം തന്നെ ഈ റോബോട്ട് ആണെങ്കിൽ നേരെ ഉരുണ്ട് താഴോട്ട് പോവാണ്. അങ്ങനെ നേരെ ചെന്ന് വീഴുന്നതാണെങ്കിൽ ആ ഇൻഫ്ലുവൻസർ പെണ്ണിന്റെ വീട്ടിലാണ് കേട്ടോ.
അവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളിലാണ് പോയി വീഴുന്നത്. ഇതേ നേരം ആ ഇൻഫ്ലുവൻസർ പെണ്ണും വേറൊരു കൂട്ടുകാരിയും ഉണ്ട്. അവർ രണ്ടുപേരും കൂടെ പേടിച്ചിരിക്കുകയാണ്. ഇതെന്തോ പാമ്പം കണ്ടാന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല നല്ലൊരു വലിവാണ്, ശ്വാസം വലിക്കുന്ന കണക്കത്തെ നല്ല വലിവ് കേൾക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ മലഞ്ചെരുവിൽ നിന്ന് താഴോട്ട് ഓടി വരുമായിരുന്നല്ലോ. അപ്പം എവനാണെങ്കിൽ ആസ്മയുടെ പ്രശ്നമുണ്ട്, അങ്ങനെ വലിക്കുകയാണ് കേട്ടോ. അങ്ങനെ നേരെ ചെന്നിട്ട് പൂളിൽ ചാടിയിട്ട് നമ്മുടെ ബഡ്ഡി റോബോട്ടിനെ രക്ഷിക്കുകയാണ് കേട്ടോ. രക്ഷിച്ച് പൂളിന്റെ പുറത്ത് കൊണ്ടുവരികയാണ്. ഇതേ നേരം ഇൻഫ്ലുവൻസർ പെണ്ണ് ചോദിക്കുന്നുണ്ട്, ഈ റോബോട്ട് എന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ഹീറോ പറയും, ഇത് സാധാ റോബോട്ടിനെ പോലെയല്ല, ഇത് യൂസ്ലെസ് ആന്ന് പറയുന്നുണ്ട്, ഉപയോഗശൂന്യാന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഈ ബഡ്ഡി റോബോട്ടിന് കൂട്ടുകാരെ ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്ന് പറയും. അപ്പൊ ഇൻഫ്ലുവൻസർ പെണ്ണ് പറയും, ഈ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കൂട്ടുകാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അങ്ങനെ പറ്റത്തില്ലെന്ന് പറയുന്നത് എന്താന്ന് ചോദിക്കും. നീ എന്തിനാ കള്ളം പറയുന്നതെന്നും ചോദിക്കും. ഇതേ നേരം നമ്മുടെ ബഡ്ഡി റോബോട്ട് ഇൻഫ്ലുവൻസർ പെണ്ണായിട്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് ഇൻഫ്ലുവൻസർ പെണ്ണ് പറയാണ് എങ്ങനെ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കാന്ന്. ഈ ഇൻഫ്ലുവൻസർ പെണ്ണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കണമെങ്കിൽ ആ ഫ്രണ്ട് ആണെങ്കിൽ, അതായത് ഈ റോബോട്ടിനെ പറ്റിയാണ് കേട്ടോ, അവന്റെ ഫോട്ടോ ഷെയർ ചെയ്യണം, അതായത് സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യണം. അത് മാത്രമല്ല അവൻ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി അപ്ഡേറ്റ് ചെയ്യണം, സോഷ്യലിൽ നല്ല കണക്ഷൻ കൊണ്ടുവരണം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ റോബോട്ടിന്റെ അടുത്ത്. അങ്ങനെ ഈ റോബോട്ട് ഇതൊക്കെ വിശ്വസിക്കുകയാണ് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ റോബോട്ടിനെ പൊക്കിയെടുത്തിട്ട് അവന്റെ വീട്ടിൽ വരികയാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ പുറത്ത് നല്ല മഴ പെയ്യാൻ പോകുന്ന ക്ലൈമറ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ റോബോട്ടിനെ ഷെഡിലാക്കാതെ വീട്ടിൽ റൂമിൽ കൊണ്ടുവരാണ്. അങ്ങനെ റൂമിൽ കൊണ്ടുവരുന്ന സമയത്ത് അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുകയാണ്, ഈ റോബോട്ടും നമ്മുടെ ഹീറോയും. ഈ ഹീറോയ്ക്ക് ഇരുട്ട് പേടിയാണ് കേട്ടോ. അത് നമ്മുടെ ഈ റോബോട്ടിനെ അറിയാം, ബഡ്ഡി റോബോട്ടിന്. അതുകൊണ്ട് തന്നെ ഈ ബഡ്ഡി റോബോട്ട് ആണെങ്കിൽ അവന്റെ വീട്ടിൽ കറണ്ട് പോകും. അതായത് താഴെ അവന്റെ അച്ഛൻ കമ്പ്യൂട്ടറിനകത്ത് എന്തോ ചെയ്യുന്ന സമയത്ത് ഷോർട്ടായിട്ട് വീട്ടിലെ കറണ്ട് മൊത്തം പോകും. ഇതേ നേരം തന്നെ നമ്മുടെ റോബോട്ട് ആണെങ്കിൽ അതിന്റെ പ്രകാശം കൊണ്ട് നമ്മുടെ ഹീറോയ്ക്ക് പേടിക്കാതെ ലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതായത് ഈ റോബോട്ട് ഫീലിങ്സ് ഉള്ള ആൾക്കാണ് പെരുമാറുന്നത് കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് മറ്റേ കമ്പനിയിലാണ് കേട്ടോ. അപ്പൊ ഈ കമ്പനിയിൽ ഇതിന്റെ ക്ലിപ്പ് ചെന്നിട്ടുണ്ട്. അതായത് ഈ റോബോട്ട് ആണെങ്കിൽ ഉരുണ്ട് വന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ വീഴുന്നതും പിന്നെ നമ്മുടെ ഹീറോന്റെ ഫോട്ടോയൊക്കെ. പക്ഷെ ഇവർക്ക് അറിയത്തില്ല ഇത് ഇവരുടെ സ്ഥലം എവിടാ, വീട് എവിടാന്നൊന്നും. എന്നാലും ആ ഇൻഫ്ലുവൻസർ പെണ്ണിന്റെ ലൈവിൽ നിന്നാണ് കേട്ടോ ഇത് ലീക്കായി പോയത്. ഈ ഹീറോ ആണെങ്കിൽ അവളടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സീക്രട്ട് ആയിട്ട് വെക്കണമെന്ന്. എന്നാലും അവൾ അത് കേൾക്കാതെ അതാണെങ്കിൽ ലൈവായിട്ട്, അതായത് റീലായിട്ട് അപ്ലോഡ് ചെയ്യാണ്. അങ്ങനെയാണ് ഈ കമ്പനിക്കാർക്ക് അത് കിട്ടിയത് കേട്ടോ. ഇതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ സ്കൂളിൽ പോവാണ് കേട്ടോ. അങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മുടെ ബഡ്ഡി റോബോട്ട് ആണെങ്കിൽ റോഡിലോട്ട് ഇറങ്ങാണ്. എന്നിട്ട് കാണുന്നവരും വരുന്നവരത്തും എല്ലായിടത്തും ചോദിക്കുകയാണ് നമ്മുടെ ഹീറോന്റെ കൂട്ടുകാരാവോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു അമ്മുമ്മയുടെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് പറയാണ് ഹീറോന്റെ കൂട്ടുകാരനാവുമെന്ന്, അതായത് കൂട്ടുകാരിയാവുമെന്ന്. അത് മാത്രമല്ല കുറെ പോസ്റ്റർ ഉണ്ടാക്കുകയാണ്, പ്രിന്റ് എടുക്കുകയാണ്. എന്നിട്ട് അവിടെ കാണുന്ന എല്ലാ പോസ്റ്റിലും ബിൽഡിങ്ങിലും ഒട്ടിച്ച് വയ്ക്കുകയാണ് നമ്മുടെ ഹീറോന്റെ കൂട്ടുകാരിയാവോ കൂട്ടുകാരനാവോ എന്ന് ചോദിച്ചിട്ട്. പിന്നെ രണ്ട് കുടിയന്മാരുണ്ടായിരുന്നു കേട്ടോ. ആ കുടിയന്മാരുടെ ചെന്ന് പറയാണ് ഇങ്ങനെ ഫ്രണ്ട് ആവോ എന്ന് ചോദിച്ചിട്ട്. ഇതിനുശേഷം കാണിക്കുന്നത് സ്കൂളിലാണ് കേട്ടോ. ഇതേ നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അവന്റെ ബഡ്ഡി റോബോട്ട് അതുവഴി ഓടിത്തുള്ളി പോവാണ്. അങ്ങനെ ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ ക്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ചെന്നിട്ട് നേരെ റോബോട്ടിന്റെ അടുത്താണ് ചെല്ലുന്നത്. ഇതേ നേരം തന്നെ ഇന്റർവെൽ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്റർവെൽ ആവുന്ന സമയം പുറത്തെന്തോ ബഹളം കേൾക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ ചെന്ന് നോക്കുമ്പോൾ ഈ റോബോട്ട് ആണെങ്കിൽ കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ട് സ്കൂളിലോട്ട് വന്നേക്കുകയാണ്. അപ്പൊ അത് ആരൊക്കെയാന്ന് നോക്കുമ്പോൾ ആ രണ്ട് കുടിയന്മാര് പിന്നെ മറ്റേ മുത്തശ്ശി ഒരു തത്ത. എന്നിട്ട് ഈ ബഡ്ഡി റോബോട്ട് പറയാണ് ഇവരെല്ലാം ഹീറോയുടെ കൂട്ടുകാരനാവണമെന്ന് പറഞ്ഞെന്ന് പറയും. അത് മാത്രമല്ല ഒരു പൊടിക്കുഞ്ഞിനെ കൂടെ കൊണ്ടുവന്നു കേട്ടോ. ആ പൊടിക്കുഞ്ഞാണെങ്കിൽ കരയാണ്. ഇതേ നേരം തന്നെ അതിന്റെ അമ്മയാണെങ്കിൽ സൈഡിൽ നിന്ന് കരയാണ്, എന്റെ കുഞ്ഞിനെ താടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട അവിടുത്തെ PT സാറാണെങ്കിൽ നമ്മുടെ ഹീറോന്റെ അടുത്ത് പ്രിൻസിപ്പളിനെ പോയി കാണാൻ പറയാണ്. ഇതേ നേരം തന്നെ ആ റൗഡി പയ്യന്മാരില്ലേ, ആ റൗഡി പയ്യന്മാര് ഈ റോബോട്ട്, അതായത് ബഡ്ഡി റോബോട്ടിന് വേറെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റേ യവന്മാരുടെ റോബോട്ടിന്റെ അടുത്ത് അതിനെ കോപ്പി ചെയ്യാൻ പറയാണ് കേട്ടോ. അതായത് ഈ റൗഡി പയ്യന്മാർക്ക് മനസ്സിലായി ഇതിന് സേഫ്റ്റി മെഷേഴ്സ് ഒന്നും ഇല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിനെ കോപ്പി ചെയ്യാൻ പറയാണ്. അങ്ങനെ അവിടുത്തെ എല്ലാ റോബോട്ടും അതിനെ കോപ്പി ചെയ്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു റോബോട്ടിനും സേഫ്റ്റി കൺട്രോൾസ് ഇല്ല കേട്ടോ, എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇൻഫ്ലുവൻസർ പെണ്ണിനും അത് ആക്സസ് കിട്ടുവാണ് കേട്ടോ. അപ്പൊ ഈ റോബോട്ട് ചോദിക്കും ലോകത്തിലുള്ള എല്ലാ റോബോട്ട് യൂസേഴ്സിനോടും ലൈവിൽ വരണമെന്ന് ചോദിക്കും. അതായത് എല്ലാവർക്കും ഇതങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെ അവളാണെങ്കിൽ അക്സെപ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അക്സെപ്റ്റ് കൊടുക്കുന്ന നേരം മില്യൺ കണക്കിന് വ്യൂസ് ആണ് കേട്ടോ കയറുന്നത്. ഇതേ നേരം തന്നെ ആ സ്കൂളിലാണെങ്കിലും വളരെയധികം കോലാഹലങ്ങൾ നടക്കുകയാണ്. അതായത് റോബോട്ടിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് രാക്ഷസന്മാരൊക്കെ ആക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി കൂടുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ കുറെ ആൾക്കാർ ഇത് ലൈവിൽ കൂടെ കാണുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ ഈ റോബോട്ടിന്റെ മുതുകത്താണെങ്കിൽ, അതായത് റോബോട്ടിന്റെ ഏറ്റവും ടോപ്പിലാണെങ്കിൽ മറ്റേ റൗഡി പയ്യൻ ഇരിപ്പുണ്ട് കേട്ടോ. ഇതേ നേരം മറ്റേ ഇൻഫ്ലുവൻസർ പെണ്ണ് ലൈവ് ചെയ്യുന്ന നേരം ആ വലിയ രാക്ഷസ റോബോട്ടില്ലേ എല്ലാം കൂടെ കൂട്ടിച്ചേർന്നുണ്ടായ അതാണെങ്കിൽ നമ്മുടെ ഇൻഫ്ലുവൻസർ പെണ്ണിനെ വിഴുങ്ങി
വിഴുങ്ങാണ്. എന്നിട്ട് അതിന്റെ അടിയിൽ കൂടെ തറയിൽ വീഴാണ്. ഇതേ നേരം തന്നെ ഇതെല്ലാവർക്കും ഷെയർ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ മില്യൺസ് ഓഫ് പീപ്പിൾസിനാണ് ഇത് ഷെയർ ആയിരിക്കുന്നത്. ഇതേ നേരം തന്നെ എവളാണെങ്കിൽ എല്ലാവരുടെ മുമ്പിലും നാണം കെടുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോ പ്രിൻസിപ്പളിന്റെ വഴക്കൊക്കെ കേട്ടിട്ട് പുറത്തിറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങുന്ന നേരം നമ്മുടെ ബഡ്ഡി റോബോട്ട് അവിടെ ഉണ്ട്. എന്നാലുണ്ടല്ലോ ഈ ഹീറോ ഈ ബഡ്ഡി റോബോട്ടിനെ ആരും കാണാതെ സ്കൂളിന്റെ ഡ്രെയിനേജ് വഴി പുറത്തു വരികയാണ്. കാരണം മറ്റേ കമ്പനിയുടെ ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ ഈ റോബോട്ടിനെ നശിപ്പിച്ച് കളയാനായിട്ട്. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ബഡ്ഡി റോബോട്ടിനെയും കൊണ്ട് വീട്ടിൽ വരികയാണ്. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ വീട്ടിൽ മറ്റേ ലവ്മാര് വന്നിട്ടുണ്ട്, കമ്പനിയിലുള്ള ആൾക്കാർ. അവരാണെങ്കിൽ സ്കൂളിൽ നിന്ന് അവന്റെ അഡ്രസ്സ് വാങ്ങിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ബഡ്ഡി റോബോട്ടിനെയും കൊണ്ട് ഷെഡിൽ ഒളിക്കുകയാണ്. അങ്ങനെ ആ കമ്പനിയിലുള്ള ആൾക്കാർ ഈ ഷെഡിന്റെ അടുത്ത് വരുന്ന നേരം ഇവനാണെങ്കിൽ സൈഡിലുള്ള കോഴിക്കൂട് വഴി പതിയെ പുറത്തിറങ്ങാണ്. എന്നിട്ട് കാട്ടിലോട്ട് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ഇവരും പിറകെ വരുന്നുണ്ട്, എന്നാലും ഇവനെ കിട്ടുന്നില്ല. അങ്ങനെ കുറെ ദിവസം കാട്ടിൽ കഴിയാണ് കേട്ടോ, 2-3 ദിവസം. അങ്ങനെ ഇവരാണെങ്കിൽ കാട്ടിൽ ഭയങ്കര സന്തോഷത്തിലാണ് കഴിയുന്നത്, ഓടിച്ചാടിയൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ, അതായത് 2-3 ദിവസം കഴിയുന്ന നേരത്ത് ഈ റോബോട്ടിന്റെ ചാർജ് തീരുകയാണ് കേട്ടോ. അങ്ങനെ ചാർജ് തീരുന്ന നേരത്ത് തന്നെ നമ്മുടെ ഹീറോന് ആസ്മയുണ്ട് കേട്ടോ, അത് ഓർക്കണം. ഈ ആസ്മയും വെച്ചിട്ടാണ് അവൻ കാട്ടിൽ പോയിരിക്കുന്നത്. അവൻ വിചാരിച്ചിരിക്കുന്നത് ഇനി കാട്ടിൽ അങ്ങ് താമസിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഈ കമ്പനിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഫോറസ്റ്റിലോട്ട്, അതായത് കാട്ടിലോട്ട് കുറെ ബോട്ടിനെ അയക്കുകയാണ്, അതായത് റോബോട്ടിനെ അയക്കുകയാണ്. എന്നിട്ട് സ്കാൻ ചെയ്യാൻ പറയാണ്. അങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പയ്യനെ കിട്ടുകയാണ്, അതായത് ഹീറോനെ കിട്ടുകയാണ്. എന്നാലുണ്ടല്ലോ ഈ കമ്പനിയിലെ ഓണർ ഇല്ലേ, അങ്ങേരാണെങ്കിൽ മഹാചെറ്റയാണ്. അങ്ങേര് ഈ ഹീറോനെയും ബഡ്ഡി റോബോട്ടിനെയും കാണുന്ന സ്ക്രീനിന്റെ ഫ്രണ്ടിൽ കയറി മറിഞ്ഞു നിന്നിട്ട് എല്ലായിടത്തും പറയാണ്, നമ്മൾ ഇത്രയും ശ്രമിച്ചില്ലേ എന്നിട്ടും അവരെ കിട്ടിയില്ലെന്ന് പറയും. എന്നിട്ട് എല്ലായിടത്തും വീട്ടിൽ പോകാൻ പറയും. ഇങ്ങേര് മഹാചെറ്റയാണ് കേട്ടോ. ആ പയ്യനെ ഇങ്ങേര് കണ്ട് എന്നിട്ട് സ്ക്രീനിന്റെ മുമ്പിൽ കയറി അവർ കാണാതെ മറച്ചു നിർത്തുകയാണ് ചെയ്തത്. അപ്പം ഈ റോബോട്ടൊക്കെ സെർച്ചിന് വന്ന സമയത്ത് ഈ ഹീറോ ആണെങ്കിൽ ഈ റോബോട്ടിന്റെ നിന്നൊക്കെ ഒളിഞ്ഞു നിൽക്കായിരുന്നു. കാരണം ഇവര് കണ്ടുപിടിക്കുവാണെങ്കിൽ ഈ ബഡ്ഡി റോബോട്ടിനെ കൊണ്ട് പൊളിച്ചു കളയത്തില്ലേ, അത് പേടിച്ചിട്ട് അവൻ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടേക്ക് ഓടുന്ന സമയത്ത് ഇവന് ആസ്മ കൂടിയിട്ട് കിടന്ന് വലിക്കുകയാണ് ഭയങ്കരമായിട്ട്. ഇതേ നേരം തന്നെ അവൻ തറയെ വീഴുന്ന സമയം ആ റോബോട്ടിനെ വിളിക്കുകയാണ്, ബഡ്ഡി റോബോട്ടിനെ വിളിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസർ പെണ്ണാണെങ്കിൽ അവിടുത്തെ ബെഞ്ചിലിരിക്കുകയാണ്, സ്കൂളിന്റെ ബെഞ്ചിൽ. എന്നാലുണ്ടല്ലോ ദൂരെ നിന്ന് എന്തോ ചുമന്ന വെളിച്ചം കാണുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ ബഡ്ഡി റോബോട്ട് ഉണ്ടല്ലോ ചാർജ് തീർന്നിട്ടും നമ്മുടെ ഹീറോനെ മുതുകത്ത് കയറ്റി ചുമന്നുകൊണ്ട് വരുവാണ്. അങ്ങനെ ചുമന്നുകൊണ്ട് വന്നിട്ട് ആ കാട്ടിൽ നിന്ന് പുറത്തിറക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ അങ്ങോട്ട് ഓടി വരികയാണ്. എന്നിട്ട് പറയുകയാണ് പെട്ടെന്ന് ആംബുലൻസിനെ വിളിക്കാൻ. അങ്ങനെ ആംബുലൻസിനെയും പോലീസിനെയൊക്കെ വിളിക്കുകയാണ്. ഇതേ നേരം തന്നെ കമ്പനിയിലുള്ള ആൾക്കാരും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അവരാണെങ്കിൽ നേരെ ചെന്ന് റോബോട്ടിനെ എടുക്കാൻ നോക്കുകയാണ്. എന്നാൽ ഈ പിള്ളേർ സമ്മതിക്കുന്നില്ല അതിനെ തൊടാനായിട്ട്. അവര് പറയാണ് ഈ പയ്യനെ രക്ഷിച്ചത് ഈ റോബോട്ടാണ്, അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. ഈ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹീറോ അഡ്മിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇതേ നേരം തന്നെ ഈ ഹീറോ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന നേരം നമ്മുടെ ടെക്കി ഉണ്ടല്ലോ, അതായത് CEO, ഈ ടെക്കി ആണെങ്കിൽ നമ്മുടെ ബഡ്ഡി റോബോട്ടുമായിട്ട് അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ബഡ്ഡി റോബോട്ടായിട്ട് നമ്മുടെ ഹീറോ സംസാരിക്കുന്ന നേരം ഈ റോബോട്ടിനാണെങ്കിൽ എന്തോ വ്യത്യാസം സംഭവിച്ചു കേട്ടോ. അപ്പൊ എന്താ സംഭവിച്ചെന്ന് നോക്കുന്ന സമയത്ത് അതിന്റെ എറർ എല്ലാം ഫിക്സ് ചെയ്ത്, പക്ഷേ സ്വഭാവത്തിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മര്യാദയ്ക്ക് എന്റെ ബഡ്ഡി റോബോട്ടിനെ തിരിച്ചു തരാൻ പറയും. അങ്ങനെ ഈ ടെക്കി ആണെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ എല്ലാം ക്ലൗഡിൽ കാണുമല്ലോ. അങ്ങനെ ക്ലൗഡിൽ നിന്ന് എടുക്കാന്ന് വെച്ചിട്ട് ലോഗിൻ ചെയ്യുന്ന നേരം ഇങ്ങർക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്താന്ന് നോക്കുമ്പോൾ മറ്റേ ഓണർ ആണെങ്കിൽ ഈ ടെക്കിനെ CEO സ്ഥാനത്ത് നിന്ന് പറഞ്ഞു വിടാൻ പോവാന്ന് വാർത്ത വന്നേക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് വെച്ച് ലോഗിൻ ചെയ്തിട്ട് ഈ റോബോട്ടിനെ ശരിയാക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ടെക്കിനെയും കൊണ്ട് അവരുടെ സെർവറിനകത്തോട്ട് പോവാന്ന് തീരുമാനിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ അച്ഛനും പിന്നെ ഈ മുത്തശ്ശി അങ്ങോട്ട് വരുവാണ് കേട്ടോ. മുത്തശ്ശി ആണെങ്കിൽ ഒരു ക്ലീനറിന്റെ വേഷത്തിലാണ് പോണത്, ഒരു വണ്ടിയും കൊണ്ട്. അങ്ങനെ ഈ അച്ഛനാണെങ്കിൽ ഒരു പഴയ ലാപ്ടോപ്പ് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറയാണ് ഇത് ശരിയാക്കി തരാമോ. അങ്ങനെ അവിടുത്തെ എംപ്ലോയി അത് നോക്കുന്ന സമയത്ത് ആ ലാപ്ടോപ്പ് പണിയുന്ന നേരം അവിടുത്തെ കറണ്ട് എല്ലാം പോവാണ് കേട്ടോ, ആ ലാപ്ടോപ്പിന്റെ പ്രശ്നം കാരണം. ഇതേ നേരം തന്നെ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ ക്ലീനറായിട്ട് അകത്ത് കയറുകയാണ്. അങ്ങനെ അകത്ത് കയറിയിട്ട് മുത്തശ്ശി ആരടുത്തോ സംസാരിക്കുകയാണ് പെട്ടെന്ന് പുറത്തിറങ്ങിക്കോളാൻ. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ആ വണ്ടിക്കകത്ത് കുറെ ആൾക്കാരുണ്ട്. അത് ആരൊക്കെയാന്ന് അറിയാമോ? ഒന്ന് നമ്മുടെ ഹീറോ, പിന്നെ CEO അതായത് ടെക്കി, പിന്നെ ആ ആടും ഉണ്ട് കേട്ടോ. ഈ ആടിനെയൊക്കെ എന്തിനാണോ എന്തോ കൊണ്ടുവന്നത്. ഇതേ നേരം നമ്മുടെ ടെക്കി ആണെങ്കിൽ ഓടിച്ചെന്ന് പുള്ളിക്കാരന്റെ റൂമിൽ കയറുകയാണ്. അതായത് പുള്ളിക്കാരൻ്റെ ഒരു ഓഫീസ് ആണല്ലോ, അവിടെ ചെന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ ഒരു
റോബോട്ടുണ്ട്, ഒരു സ്കേറ്റ് ബോർഡ് റോബോട്ട്. അതിനെ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിട്ട് ഈ ഹീറോനെ സെർവർ റൂമിലോട്ട് വിടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഈ ഹീറോ ആണെങ്കിൽ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സെർവർ റൂമിൽ ചെല്ലുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ ടെക്കി ആണെങ്കിൽ ആ സ്കേറ്റ് ബോർഡ് വെച്ച് കൺട്രോൾ ചെയ്തിട്ട് ഈ ഓണറിന്റെ ഓഫീസിൽ കയറിയിട്ട് എങ്ങനെയൊക്കെയോ ആക്സസ് എടുക്കുകയാണ്. അതായത് പുള്ളിക്കാരന് ഈ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുകയാണ്. പുറത്താക്കിയില്ലായിരുന്നു നേരത്തെ, അതുകൊണ്ട് അത് മാറ്റുകയാണ്. ഇതേ നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ സെർവർ റൂമിലല്ലേ, അങ്ങനെ ഈ ഓണർ ആണെങ്കിൽ സെർവർ റൂമിലെ കറണ്ട് കട്ട് ചെയ്യാൻ പറയാണ്. അങ്ങനെ കറണ്ട് കട്ട് ചെയ്യുന്ന നേരം ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവിടുത്തെ കറണ്ട് എല്ലാം കട്ട് ചെയ്ത്. അവിടെ ആണെങ്കിൽ കുറെ സെർവർ ഉണ്ട്, അതിൽ നിന്ന് എങ്ങനെ നമ്മുടെ ബഡ്ഡി റോബോട്ടിനെ കണ്ടുപിടിക്കാന്നാണ് ഈ ഹീറോ വിചാരിച്ചിരുന്നത് കേട്ടോ. അപ്പൊ ഈ കറണ്ട് പോയ സമയത്ത് നമ്മുടെ ബഡ്ഡി റോബോട്ടിനെ അറിയാലോ, അതായത് നമ്മുടെ ഹീറോന് ഇരുട്ട് പേടിയാന്ന്. ഇതേ നേരം തന്നെ അവിടുത്തെ ഒരു സെർവറിൽ നിന്ന് ലൈറ്റ് വരികയാണ്. അതാണ് കേട്ടോ നമ്മുടെ ബഡ്ഡി റോബോട്ട്. കാരണം നമ്മുടെ ഹീറോയ്ക്ക് ഇരുട്ട് പേടിയാണ്ട് ഇരുട്ടത്ത് ഈ ബഡ്ഡി റോബോട്ട് കത്തിയതാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടുത്തെ SSD എടുക്കുകയാണ്. ആ SSDയിലാണ് നമ്മുടെ ബഡ്ഡി റോബോട്ടിന്റെ ഇൻഫർമേഷൻ ഉള്ളത് കേട്ടോ. അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഇൻഫർമേഷൻ എടുത്ത് ആ ബഡ്ഡി റോബോട്ടിന്റെ ബോഡിയിലോട്ട് ആക്കുകയാണ്. അങ്ങനെ പഴയ റോബോട്ടിനെ അവന് തിരിച്ചു കിട്ടുകയാണ്. എന്നാലുണ്ടല്ലോ അവിടുത്തെ സ്ക്രീനിൽ, അതായത് ആ പിള്ളേരെ എല്ലാവരും ഈ കമ്പനിക്കാർക്ക് കാണാൻ പറ്റും, അവരെ സ്പൈ ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഈ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പിള്ളേരുടെ ഇഷ്ടപ്രകാരം, അതായത് ഈ കുട്ടികൾ എന്തൊക്കെയാണ് കാണുന്നത്, അവർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, അതൊക്കെ നോക്കിയിട്ട് ഓരോ പ്രോഡക്റ്റ് വിറ്റഴിക്കാനായിട്ടാണ് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ ഫോണിൽ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുന്ന നേരത്ത്, ഇപ്പം നമ്മളൊരു ഹെഡ്സെറ്റിനെ പറ്റി നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കാന്ന് വെച്ചോ, പിറ്റേന്ന് അത് ആമസോണിൽ വരും ഇത്ര ഓഫറിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, ഫുഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സൊമാറ്റോയിൽ വരും ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എങ്ങനെയാണ് ഇത്? നമ്മൾ സ്പൈ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ പറയുന്ന ചില വേർഡൊക്കെ അത് റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റ് വിറ്റുവാൻ വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്യും. അതേപോലെ ഈ റോബോട്ടിനെ അങ്ങനെ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് പക്ക പ്രോഫിറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ബാക്കിയുള്ള പിള്ളേരെല്ലാം നല്ല വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് സ്ക്രീനിൽ കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട ഹീറോയ്ക്ക് മനസ്സിലായി ആ റോബോട്ടിനെ, അതായത് കമ്പനി ഉണ്ടാക്കിയ റോബോട്ടിനെ കൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല, എന്നാൽ എല്ലാ കുട്ടികൾക്കും എൻ്റെ കണക്കത്തെ ബഡ്ഡി റോബോട്ടിനെ കിട്ടുവാണെങ്കിൽ അവർ സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ ബഡ്ഡി റോബോട്ടിന്റെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ബഡ്ഡി റോബോട്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈ ബഡ്ഡി റോബോട്ടിന്റെ ഡേറ്റ ഈ ക്ലൗഡിൽ ട്രാൻസ്ഫർ ആയിട്ട് നമ്മുടെ ബഡ്ഡി റോബോട്ട് നശിച്ചു പോകും കേട്ടോ. പക്ഷേ ബാക്കിയുള്ള എല്ലാവർക്കും ഈ ബഡ്ഡി റോബോട്ടിന്റെ സ്വഭാവമാവും. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ രണ്ട് കൽപ്പിച്ചിട്ട് അത് ചെയ്യാണ്. അങ്ങനെ ലോകത്തുള്ള എല്ലാ റോബോട്ടിനും നമ്മുടെ ബഡ്ഡി റോബോട്ടിന്റെ സ്വഭാവമാവുകയാണ് കേട്ടോ. ഇതിനുശേഷം സെക്യൂരിറ്റി ആണെങ്കിൽ നമ്മുടെ ഹീറോനെ പിടിച്ച് പുറത്താക്കുകയാണ്. ഹീറോനെയും ഫാമിലിയും, അതായത് ഹീറോനെയും അച്ഛനെയും മുത്തശ്ശിയും ആടിനെയൊക്കെ പിടിച്ച് പുറത്താക്കുകയാണ്. ഇതേ നേരം നമ്മുടെ ഓണറിനെ കാണിക്കുകയാണ് കേട്ടോ. ഓണർ ആണെങ്കിൽ ഒരു മീറ്റിംഗിലാണ്, അതായത് ഈ പ്രോഡക്റ്റിനെ കുറച്ചുകൂടെ ലാഭത്തിൽ വിറ്റഴിക്കാനുള്ള ഒരു മീറ്റിംഗിലായിരുന്നു. ഇതേ നേരം തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ ടെക്കി ഇരിപ്പുണ്ട്. ഈ ടെക്കി ആണെങ്കിൽ ഇങ്ങേര് പറഞ്ഞ കാര്യം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങേര് ഇതിന് കുട്ടികളുടെ നല്ലതിന് വേണ്ടിയിട്ടൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, പക്കാ പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഈ ടെക്കി ആണെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഇങ്ങേരെ ആ സ്കേറ്റ് ബോർഡിൽ കൊണ്ട് കാണിക്കുകയാണ്. ആ സ്കേറ്റ് ബോർഡ് റോബോട്ട് കൊണ്ട് കാണിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഇങ്ങേർക്ക് മനസ്സിലായി ഇതെങ്ങാനും പുറത്ത് വന്നാൽ ഇങ്ങേരുടെ കാര്യത്തിൽ തീരുമാനമാവുമെന്ന്. അതുകൊണ്ട് ഇങ്ങേരാണെങ്കിൽ CEO സ്ഥാനം ഒഴിയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടെക്കിനെ CEO ആക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയാണ് കേട്ടോ കാണിക്കുന്നത്. ഹീറോ പണ്ടത്തെ കൂട്ടൊന്നുമല്ല, ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. അത് മാത്രമല്ല സ്കൂളിലാണ് കേട്ടോ കാണിക്കുന്നത്. ഈ സ്കൂളിൽ പഴയ പോലെയൊന്നുമല്ല റോബോട്ടൊക്കെ അത് സ്വന്തമായിട്ട് ചിന്തിക്കാനും തുടങ്ങി, സ്വന്തമായിട്ട് കൂട്ടുകാരെ പോലെ പെരുമാറാനൊക്കെ തുടങ്ങി കേട്ടോ. മറ്റത് ഓരോരുത്തർക്കും ഓരോ റോബോട്ടല്ലായിരുന്നു. ഇത് ഈ റോബോട്ടാണെങ്കിൽ കൂട്ടുകാരെ പോലെ, അതായത് മനുഷ്യരെ പോലെ പെരുമാറാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും കൂടെ ഒരു ബെഞ്ചിലിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ, നമ്മുടെ ഹീറോയും കൂട്ടുകാരൊക്കെ ആയിട്ട്. അങ്ങനെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി ഇതിനകത്ത് അടിപൊളി ആനിമേഷൻ മൂവീസ് ആയിട്ട് വരാം. അത് മാത്രമല്ല അടിപൊളി സീരീസും സിനിമാസും എല്ലാം ചെയ്യാം. അപ്പം ഓക്കെ, ബൈ.